എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇത് ഇന്ന് വെട്ടി ഇടിക്ക് മുളച്ചിട്ടുള്ള കൂണുകളാണ്, കുഞ്ഞു കൂണുകൾ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഇതല്ല, വേറെ ഒന്നാണ്. എന്താ വെച്ചാൽ ഞാൻ ഇന്ന് പൊന്നാനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പോണ വഴിക്ക് ഒരു ചായക്കടന്റെ മുന്നിൽ ഒരു കാറ് നിർത്തിയിട്ടുണ്ട്. ഗ്ലാസ് കംപ്ലീറ്റ് പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ചായക്കടത്തെ മനുഷ്യന് ഓടി വന്നിട്ട് ഡ്രൈവർ ഗ്ലാസ്സിൽ മുട്ടി വിളിച്ചപ്പോഴേ ഡ്രൈവർ മെല്ലെ സ്ലോ മോഷനിൽ ഗ്ലാസ് താഴ്ത്തി. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇതാണ്. നമ്മള് ഏത് കടയിൽ പോവാണെങ്കിലും ഈ കാറുകാര് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഒരാളാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് വണ്ടിയിൽ രണ്ടാൾക്കാർ ആൾക്കാരൊക്കെ ഉണ്ടാവും, വണ്ടിയിലുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ഭയങ്കര മടിയാ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും. അവര് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നല്ല ക്രൗഡായിട്ടുള്ള സമയം അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമുള്ള സമയത്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഓർഡർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് കേൾക്കണം കൂടി ഉണ്ടാവില്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, പുറത്തേക്ക് ഇറങ്ങൂല. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കും, ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പോലും ചെയ്യൂല. അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട സമയത്ത് എനിക്ക് എന്തോ പോലെ തോന്നി, ഒരു വല്ലാത്ത വിഷമം. ആ മനുഷ്യന് നല്ല കഷ്ടപ്പെടുന്ന ആളാണ്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ആ ആളുടെ ശരീരഭാഷയും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു സ്വഭാവം വെച്ച് പുലർത്തുന്ന ആൾക്കാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ കടയിലേക്ക് പോകുന്ന സമയത്ത് ആ കടയിലുള്ള ആളുകൾ ഒരാളെയല്ല മാനേജ് ചെയ്യുന്നത്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് കച്ചവടം വേണം. നിങ്ങളെ പോലെയുള്ള ആളുകൾ തന്നെയാണ് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഇസ് ദ കിങ്. യെസ്, ഓഫ് കോഴ്സ്, അറിയാൻ തോന്നല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളൊരു പരസ്പര ബഹുമാനം കീപ്പ് ചെയ്യണം. ആ ഓപ്പോസിറ്റുള്ള ആ കടയിലുള്ള ആളുകളും അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും അവരും ഒരു മനുഷ്യരാണ്, വ്യക്തികളാണെന്നുള്ള ഒരു പരിഗണന, ചെറിയൊരു പരിഗണന കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക.